ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു ബിൽഡിംഗ് ആണ്. വാട്ടർ പാർക്കല്ല, വാട്ടർ പാർക്കാണ് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ. ഇതൊരു ആർക്കേഡ്, മൈ ആർക്കേഡ് എന്നാണ് ഗെയിമിൻ്റെ പേര്, റോബ്ലോക്സിൽ തന്നെ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവരും വന്നേക്കണേ ലൈക്കൊക്കെ അടിച്ചിരുന്നു കേട്ടാ. അപ്പോൾ എന്താ കയറിയൊക്കെ എന്തോ പറയുന്നുണ്ടല്ലോ. ആർക്കേഡ് മാർക്കറ്റ്, ഓക്കെ. നെക്കി കൂൾ നേഡ് റോബർട്ട് മൈ ആർക്കേഡോടെ ആദ്യം അത് പോയോട്ടെ. ഇതാണ് എൻ്റെ ഇതിപ്പോൾ ആരിറങ്ങി പോണേ. എടേ കച്ചറ, എന്റെ പൊന്നെ എന്ത് വലിയ സ്ഥലം ഇത്. ഓക്കെ, ഇവിടെ ഓൾറെഡി എന്തോ ഉണ്ട്, അതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അർക്കേഡ് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, 125 ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് ഇതെടുത്ത് കൈ പിടിക്കണം, എന്നിട്ട് ഇത് എവിടെ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, ഒരു സൈഡ് ക്ലിയർ ആയല്ലോ. ഓ, ഇത് ലാഭമായി ചേട്ടാ. ബൈ സ്പേസ് ഫോർ അർക്കേഡ് എന്നാ. ഓ, ഇത് നോക്കി, ഇത് നൈസ് കേട്ടോ. ലൈക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലം വാങ്ങി കൊണ്ടുവെക്കണം. 50 പെർ പ്ലേ. ഓക്കെ, അതിൻ്റെ മുകളിൽ കൂടെ തന്നെ കയറിപ്പാടാന്. പരമാശാന് കൈ എടുക്കുന്ന ഇയാൾ വന്നിട്ട്. ഇയാൾ കളിക്കാനെന്ന് പറഞ്ഞുകൂടാ. ഓക്കെ, $100. അടുത്ത മെഷീൻ എത്ര? ടോയ്സ് മാർക്കറ്റ്, അതെന്താ? ഓ, ഇതെന്തിനുള്ളതാണോ? പിന്നീട് എപ്പോഴും പറഞ്ഞിരിക്കും. നമുക്ക് ആർക്കേഡ് മാർക്കറ്റിൽ പോയിട്ട് സെല് ചെയ്യാൻ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, അടുത്തത് 500 രൂപയുടെ ഇത് വാങ്ങിക്കണം. കാശ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ കയറും, അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. 150 പെർ പ്ലേന്ന്. ഓ നൈസ്. നമുക്ക് എവിടെ വരെ വാങ്ങിക്കാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും നമ്മൾ മാക്സിമം ഒരു 10-15 മിനിറ്റിൽ നമ്മൾ വാങ്ങിക്കാൻ പറ്റുന്ന അത്ര വാങ്ങിക്കും. 500 ആയി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാം. ഇതെന്താ 25 ഇട്ടുള്ളൂല്ലോ. റോക്സി ചീറ്റർ, എടാ കള്ളൻ റോക്സി. അവൻ പകുതി വശം എന്നിട്ട് പോയി തോന്നുന്നു കേട്ടാ. പോലെ നന്നായിക്കൂടായിരിക്കോ. ആ, 5000 രൂപ കിട്ടി കേട്ടാ. അവൻ വീണ്ടും വന്നാ, വീണ്ടും കള്ളൻ. അതെ, മുതുക്കൻ. അല്ല, നമുക്ക് ആശായി 5000. എല്ലാ മെഷീനും ഓരോന്നിച്ച് വെച്ച് വാങ്ങിക്കട്ടെ. 500 ഒരെണ്ണം വാങ്ങി. ഓ, ഇവിടെ വെക്കാൻ പറ്റില്ലല്ലേ. സ്പേസ് വാങ്ങിക്കാൻ 200. അത് ഒരു വില കൂട്ടി കൊണ്ടുവരുന്നത്. 150 റിപ്ലൈ. ഇനി അടുത്ത മെഷീൻ വാങ്ങിക്കാം നമുക്ക്. 2000. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങുന്നുണ്ടല്ലോ. ഓക്കെ, 500 പെർ പ്ലേ എന്നതിന് ഒരു മെഷീൻ. 3000 ഉണ്ട് എൻ്റെ കയ്യിൽ. ഇഞ്ഞു 3000-ന് 5000 വേണം. നമ്മൾ ഫസ്റ്റത്തെ 3 മെഷീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് ക്ലോ മെഷീനാണ് വാങ്ങിക്കേണ്ടത്. അതിന് 5000 വേണം. 2K കിട്ടും. ഒരാൾ കളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 2K കിട്ടും. 5000 രൂപ. അപ്പോൾ റീബർത്ത്. ഓ, ഇത് ഓരോ റീബർത്തിനാണ് ഇതൊക്കെ അൺലോക്ക് ആവുന്നത്. റീബർത്ത് 1. റീബർത്തിന് എന്താ വേണ്ടേ? 10000 രൂപ ഉണ്ടെങ്കിൽ റീബർത്ത് ആവുന്നത്. ടിക്കറ്റ് എവിടെ നിന്നിട്ടും? ടിക്കറ്റ് ഷോപ്പ്. എന്തിനുള്ള ടിക്കറ്റാണോ? എക്യൂപ്ഡ് ടോയ്സ്. ഓ, നമ്മളെ ടോയ്സ് അവിടുന്ന് വാങ്ങിക്കൊടുന്നിട്ട് ഇവിടെ കൊടുന്ന് എന്തെങ്കിലും ചെയ്യണ്ട. ആരാ വാങ്ങിയേ? അവൻ വാങ്ങിയ മൈ ആർക്കേഡ്. ഓക്കെ, എന്തോ ചെയ്യാണ്ട് ഇവിടെ വന്നിട്ട്. എക്യൂപ്പ്. ഓ, ഇവിടെ വന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു അവിടെ വന്ന് വാങ്ങിക്കും തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും 5000-ൻ്റെ ഒരു മെഷീൻ വാങ്ങിക്കാം. ആക്ച്വലി എനിക്ക് ഓരോ സൈഡിൽ ഓരോ മെഷീൻ്റെ സെക്ഷൻ തുടങ്ങണം എന്നാണ്, പക്ഷെ കുഴപ്പമില്ല, പോട്ടെ. ബൈ സ്പേസ് 800. 1.2K പെർ പ്ലേ. നമുക്ക് ടോയ്സ് ഷോപ്പിൽ പോയിട്ട് പുതിയ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. വെക്കൊന്നും വേണ്ട. ഫാസ്റ്റർ കസ്റ്റമർ. കോമൺ വേണ്ട. കോമൺ അല്ലാത്ത എന്തെങ്കിലും വരും നോക്കണം. എല്ലാം കോമൺ ആണല്ലേ വരുന്നത്. 5% മോർ ക്യാഷ്, 5% മോർ ഫാസ്റ്റർ കസ്റ്റമർ,
ഇതൊക്കെ വെച്ചാൽ കസ്റ്റമർ കൂടും. ഇതെന്താ 25% ലെസ് ചാൻസ് ഓഫ് ചീറ്റർ കൺസ്യൂമർ. ഓ മോൺ ഇവന്റ് ഹാസ് എൻഡഡ്. ഓ അതായിരുന്നില്ല രാത്രി. ഓക്കെ അൺകോമൺ ഒന്നും വരുന്നില്ല. നോക്കിയേ നേരത്തെ 1.2K സാധനം പട്ടി അടിച്ചുകൊണ്ട് പോയി. ഇതിലാരാ റിച്ച്? ഞാനാണ് പിള്ളേലാറ്റ റിച്ച്. എടേ ആ ഞാനും വേറെ ഒരുത്തന്നെ. ഇപ്പം ഞാനായി. അവനിറങ്ങിപ്പോയി. അൺകോമൺ ഒന്നും അങ്ങോട്ട് വരുന്നില്ലാന്നേ. വന്ന് ഇത് റുബിക്സ് ക്യൂബ് ഓൾറെഡി ഉണ്ടല്ലോ. വേണ്ട ഓൾറെഡി ഉള്ള സാധനം വേണ്ട. ലെസ് ചാൻസ് ഓഫ് ചീറ്റർന്ന് അത് ഓൾറെഡി ഒരെണ്ണുള്ളതുകൊണ്ട് നമുക്ക് വേണ്ട. നമുക്ക് ആർക്കേഡ് മാർക്കറ്റിൽ പോയേക്കാം. എന്തെങ്കിലും പുതിയതിന് എത്രയായിരുന്നു? 11K സ്വീറ്റ് സ്പിന്ന്. ഇത് അവസാനം ഇല്ല കേട്ടോ. അതിന് അടിയിലോട്ട് കുറേ ഉണ്ട്. 60 ട്രില്യണൊക്കെയാണ് ഒരു മെഷീൻ പറയുന്നത്. ട്രില്യണേ. ക്ലോ മെഷീൻ വാങ്ങി 11K ആണ് അടുത്ത് വാങ്ങിക്കാനുള്ളത്. അവനാരാ? എതിരാളിയാണല്ലോ കൈയിട്ട് വരാൻ. അതിൻ്റെ അകത്ത് പോയി വാങ്ങിക്കാൻ പറ്റുമോ? അല്ലേ എങ്കിലും താറാവിനങ്ങ് വാങ്ങിയാലോ. പോപ്പിറ്റ് കിട്ടിപ്പോയി. അല്ലല്ലേ അവൻ്റെ കുട്ടി താരാ VIP. കളിക്കാരുടെ എണ്ണം കൂടി കേട്ടാ. 11,000 ആയി. പറമ്പ് വാങ്ങിക്കാൻ കാശില്ല. എക്യോപ്പ് ഇതൊക്കെ ഓരോ റീബർത്തിന് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഓരോ റീബർത്തിന് സ്ഥലങ്ങൾ കൂടി വരും. ആർക്കേഡ് മാർക്കറ്റ് 11,000-ൻ്റെത്. മൈ ആർക്കേഡ്. ഓടണ്ട എന്തല്ല ബൈ കളൻ. ആരാ അവനേതാ? 1.6K. പറമ്പ് വാങ്ങിക്കാൻ 1.6K വേണമെന്ന്. 1.32K പെർ പ്ലേ. ഇനി കളിക്കാൻ പറ്റുമോ? അല്ലേ ഇനി റീബർത്ത് ചെയ്താലേ പറ്റുള്ളൂ എന്നാ പറയുന്നവര്. റീബർത്ത് ചെയ്തതൊക്കെ പോവോന്ന് എനിക്കറിയണ്ടേ. അങ്ങനെയാണ് ഈ മൂഞ്ചി. റീബർത്ത് കഴിഞ്ഞാൽ പുതിയ സ്ഥലം കിട്ടും. അത് ആ ഏരിയ കിട്ടും. നോട്ട് മീ. Zefron. എന്തെങ്കിലും വാങ്ങിക്കാണ്ട് ആർക്കേഡ് മെഷീന് 32,000 രൂപ. ഏതോ ഒരു ചീറ്റർ വന്നതുണ്ടോ കടയിൽ? കണക്ക് തെറ്റി. റോക്സി തന്നെ ഉള്ളു മിക്കവാറും. കളൻ. ടിക്കറ്റ് സ്പിൻ കോമൺ. അതൊന്നും എനിക്ക് വേണ്ട. പസി. അയ്യോ എന്തോ വലിയ സാധനം. 5.55 കൂടിയാ. പോടാ അവിടുന്ന്. ഞാൻ പോണ്. റീബർത്തിനുള്ള കാശായി. റീബർത്ത് അടിക്കാൻ പോയിട്ട്. ട്രൈ ചെയ്ത് നോക്കാല്ലേ നമുക്ക് റീബർത്ത്. റീബർത്ത് ചെയ്ത് പോവില്ല കേട്ടാ. സ്ഥലം കിട്ടും. അത് നൈസ്. 100 ടിക്കറ്റ് കിട്ടി. 250 ടിക്കറ്റോ? ഈ ടിക്കറ്റ് വെച്ചിട്ട് എന്താ ഉപകാരം? ടിക്കറ്റ് ഷോപ്പ്. ടിക്കറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അടുത്ത ഗിഫ്റ്റും വന്നില്ല. ക്ലെയിം 17,000 രൂപയായി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി പുതിയ മെഷീൻ വാങ്ങിക്കണം. 32,000. ഇതിന് 1.8K പെർ പ്ലേ. 4 സെക്കൻഡ് കൂൾ ഡൗൺ. ഇതിനൊക്കെ കൂൾ ഡൗൺ കൂടുതലാണ്. വെറുതെ അല്ല. ഇതിന് കൂൾ ഡൗൺ കുറവാ. അത് കഴിഞ്ഞാൽ 80,000. ഓനോ അടുത്ത റീബർത്തും കൂടെ അടിക്കാം. കാശ് കൂടുതൽ കിട്ടും. കാശ് പെട്ടെന്ന് കയറുന്നുണ്ട്. അടുത്തതിന് 2x കിട്ടും. 48,000. ഓൺലി യുവർ മണി ഗെറ്റ്സ് ടേക്കൺ അവേ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ശ്രദ്ധിച്ചില്ല. ആര്? ടോപ്പ് വിന്നർ. എന്തിൻ്റെ വിന്നർ? റീബർത്ത്. 17 ടോപ്പ് റീബർത്തിൽ.
സിമ്പിളായിട്ട് എത്തുമല്ലോ. കുറേ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഈസി അല്ലേ? ഞാൻ ഇപ്പം തന്നെ കണ്ട 2 ആ ഐ തിങ്ക് ഇത് പുതിയ ഗെയിമാണ്. 15 നമുക്ക് ട്രൈ ചെയ്യേക്കാം. നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഒന്നും അടിക്കുന്നില്ല. ആ ഹൈപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോലോ. ഒന്ന് അടിച്ചൂടെ? നീ കാണുന്നുണ്ടതല്ലോ. കാണുന്നുണ്ടെങ്കിലെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക. മെക്കാനിക് 32,000 രൂപക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണല്ലേ ഞാൻ. 32K മൈ ആർക്കേഡ്. ചീട്ടർ കാശ് തന്നിട്ടോടാ. ആ 6 പടക്കം പൊട്ടിച്ചേ. അത് അടിച്ചു പറ്റി ഞാൻ പോയിട്ട്. അപ്പം എണ്ണ എടുക്കാൻ വേണ്ടി നോക്കി നിന്നിരുന്ന എന്തായാലും ലാഭായി. എന്താണ് ഇപ്പോൾ കിട്ടിയത്? 50% മോർ കാശ്. ഇതാണ്ട കളയാൻ പറ്റില്ലല്ലേ? അപ്പം ഇനി 25% എക്സ്ട്രാ കാശ് കിട്ടും. ഐ വിൽ ബി റിച്ച്. ആ എല്ലാവരും ഉണ്ടല്ലോ. ഇത് സുഖമല്ലേ? ആ സുഖു നോർമലാന്ന് അവനൊക്കെ. അവനൊക്കെ സൈക്കോണ്. അവൻ നോർമലൊന്നല്ല. അപ്പം നമുക്ക് ഈ സ്ഥലം 2 സ്ഥലം അൺലോക്കായി. ഓ ഇനിയിപ്പോൾ അടുത്തൊന്നും റീബർത്ത് അടിക്കണ്ട. ആ മില്യൺ ബൈ. അയ്യേ 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 600K ബൈ. അവള് റിച്ച് തന്നെയാണ് കേട്ടാ. അവൾ റീബർത്ത് അടിക്കാത്ത ഏതോ പാവം പെട്ടാടാ. അവനത് വാങ്ങിക്കാൻ പോകണം. അവൻ്റെ കഴപ്പ് വെക്കണേ. കയ്യിൽ 50 രൂപ ഉണ്ട്. അവൻ വെച്ചിട്ട് അവൻ വാങ്ങിക്കാൻ പോയിക്കണോക്കി എന്താന്ന്. വാങ്ങിയ സാധനം നല്ലതാണാവോ? റയറാണ് എന്തായാലും. പോപ്പിറ്റ് 10% ഫാസ്റ്റർ കസ്റ്റമർ 67. യു ഓൾറെഡി ഓൺ കേട്ടോ ഇന്ന്. ആ ഇതെൻ്റെ കയ്യിലുണ്ടല്ലോ. പടക്കം പൊട്ടിച്ച് ആ പെണ്ണ് വാങ്ങി കേട്ടോ. അത് ആൾക്കാർ വാങ്ങിയാലാണ് പടക്കം പൊട്ടിക്കുക. 43,000 രൂപയായി. എന്തെങ്കിലും ചെയ്യണല്ലേ? 10% ഫാസ്റ്റർ കസ്റ്റമർ. അത് മാത്രമേ ഉള്ളൂ 67 രൂപ ഉപകാരം. അയ്യേ ഫിഡ്ജറ്റ് സ്പിന്നർ. $12,000 ഇരിക്കട്ടെ. ഫാസ്റ്റർ കസ്റ്റമർ മാറ്റിയിട്ട് നമുക്ക് അത് വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ കസ്റ്റമേഴ്സിന് കിട്ടും. VIP-നൊക്കെ അതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ചീറ്റർ ഒഴിവാക്കണോ? ചീറ്റർ ഓഫ് ചീറ്റർ കസ്റ്റമേഴ്സ്. അവിടെ ഈ 67-നെക്കാട്ടും ബെറ്റർ ഇതല്ലേ? പോപ്പിറ്റ് ആണല്ലോ. നമുക്ക് ആർക്കേഡിൽ പോയിട്ട് 32,000-ൻ്റെ മെഷീൻ വാങ്ങിക്കാം. മൈ ആർക്കേഡ്. അവിടെ സ്ഥലമില്ല. 2.4K ഒരു സ്ഥലം വാങ്ങിക്കാൻ. ഇത് എത്ര കിട്ടും? 3.50. അവൻ ചീറ്ററാണ്. അല്ല വീണ്ടും കാശോ? 100 ടിക്കറ്റ് കിട്ടി. ഈ ടിക്കറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ടിക്കറ്റ് കൊടുത്ത് എന്തിനും വാങ്ങിക്കണ്ട. ഇനി ഇവിടുന്ന് കുറച്ച് ഞാൻ റിവീൽ നെക്സ്റ്റ് ഡ്രോപ്പ് എന്ന് വേണ്ട കാശ് കൊടുക്കേണ്ടി വരും. ഒരു 80,000 ആവണം അടുത്തതിന്. അതെ 80,000. ഇതും കൂടി വാങ്ങിയിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമുക്കൊരു 19 ലൈക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് 2 വരും. ഇതിപ്പോൾ എല്ലാ വീഡിയോസും നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും ഒരു 19 ലൈക്ക് 50 ഓക്കെ 50 ലൈക്ക് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് വരും. ഓക്കെ
ഇതപ്പോൾ 80,000 ആക്കണം നമ്മൾ. ഈ സാധനം കിട്ടുന്നോണ്ട് രക്ഷപ്പെട്ടു കേട്ടാ. പ്ലേ ടൈം ബോണസ് കിട്ടിയോണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയത് നമ്മൾ. ഇതൊന്നും വേണ്ട, ആളെ കളിയൊക്കെ കണ്ടിട്ട് 3000 രൂപയുടെ സാധനം. ഞാൻ വീണ്ടും അവനെ തന്നെ സ്പോൺ ചെയ്ത് നിൽക്കണം. എന്നിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിക്കണം. നോക്കിയേ, ആടിച്ച് കറക്കണ്ട അവനൊക്കെ. രൂപ. 48,000ആയി. എനിക്ക് ടിക്കറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിലാകാത്തത്. ടിക്കറ്റ് വെച്ച് എന്ത് ചെയ്യണമെന്ന്. ഷോപ്പിൽ നിന്ന് എന്തിനു വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ടിക്കറ്റിൻ്റെ യൂസ് ഷനൊക്കെ റിച്ച്. വലിയ കാശിൻ്റെ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് പോയി. ഫാക്ടറി. ഇത്രയും അടുത്തായിരുന്നു എനിക്ക് ടോയ് ഷോപ്പ്. വേറെ എന്തേലും ഉണ്ടോ മറടൊക്കെ? ഇതിലൊന്നും ഇല്ലല്ലോ. $70,000 ലാസ്റ്റ് മെഷീൻ കേട്ടോ. നമ്മളെ ലാസ്റ്റ് മെഷീനാണ് ഇന്നത്തെ വീഡിയോയിലെ ആർക്കേഡ്. എനിക്ക് ടിക്കറ്റിൻ്റെ കാര്യം എന്താണെന്നൊന്നും മനസ്സിലായില്ല. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരിക. 80,000 ഡബിൾ ക്രേസി കർസ്. അടുത്തൊരു 200K വാങ്ങി. ഇത് വെക്കാനുള്ള പറമ്പിന് കൊടുക്കാനുള്ള കാശുണ്ടാണാവോ? അത് പാവം എന്ന് വിചാരിക്കുന്നു. എൻ്റെ തന്നെ 4,800 പറമ്പിൻ്റെ റേറ്റാണ് 4,800. എന്ത് തോളത്തൊക്കെ വെച്ചിട്ടുണ്ടോണേ. 4,800 വെച്ചോ. തല പൊട്ടിയല്ലേ. 4.5K കിട്ടും അതിൻ്റെ ഒരു യൂസിന്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ നിങ്ങളുടെ കയ്യിൽ അല്ല, ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എടാ റോക്സിടാ, ലൈക്ക് അടിക്കടാ. അപ്പോൾ കൂട്ടാ കമൻറ്റ് ചെയ്യണേ. ഇതാരാ? ഇതാരാണോ? എനിക്കറിഞ്ഞൂടാ. ഇതിന് എനിക്കറിഞ്ഞൂടാ. സുഖു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.